ബഹിരാകാശത്ത് നിന്ന് ആക്സിയം 4 സംഘത്തിന്റെ ആദ്യ പ്രതികരണം എത്തിയിരിക്കുകയാണ്. എനിക്കൊരു കുഞ്ഞിനെ പോലെ സ്വയം തോന്നുന്നുവെന്ന് യാത്രയുടെ അനുഭവം പങ്കുവച്ച് ശുഭാൻഷു ശുക്ല പറഞ്ഞു. ശൂന്യതയിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നിയെന്നും ശുഭാൻഷു. Hello everyone, Namaskar from space. I'm thrilled to be here with my fellow astronauts, as Peggy said, 1 veteran and 3 rookies, and wow, what a ride it was. Frankly, when I was sitting in the capsule in Grace yesterday on the launch pad, my only thought in my mind was that let's just go. After 30 days of quarantine, it was a feeling that I just wanted to go. The excitement and all was, probably far away. It was just the feeling that let's just leave here. But when the ride started, it was something like you getting pushed back into the seat. It was an amazing ride. കൂടുതൽ വിവരങ്ങളുമായി സുജിത് ചന്ദ്രനാണ് ചേരുന്നത്. സുജിത്, എന്തായാലും ഇന്ത്യക്ക് വലിയ തരത്തിൽ അഭിമാനിക്കാൻ ഉള്ള ഒരു നിമിഷമാണ് ഇത് എന്നുള്ളതാണ്. ബഹിരാകാശത്ത് നിന്നാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കുഞ്ഞിനെ പോലെ തോന്നുന്നു, നടക്കാൻ തുടങ്ങുന്ന ഒരാളെ പോലെ തോന്നുന്നു എന്ന കാര്യം അടക്കമാണ് പറയുന്നത്. ശരിക്കും നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്? അതെ സ്വാതി, 42 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോക്പിറ്റിൽ നിന്നിപ്പോൾ പേടകത്തിൻ്റെ ക്യാപ്സൂളിലേക്ക് മാറിയിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് 418 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 17,000 കിലോമീറ്റർ വേഗത്തിൽ ആണ് ആ പേടകം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30, അതായത് അടുത്ത 4 മണിക്കൂറിനുള്ളിൽ ചരിത്രപരമായ ആ ഡോക്കിംഗ് നടക്കാൻ പോവുകയാണ്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പേടകം ചെന്ന് ഡോക്ക് ചെയ്യുന്നതിനായി കാത്തിരിക്കുന്ന ആ സമയത്ത് ഇപ്പോൾ ബഹിരാകാശ യാത്രികർ അവർ വിശ്രമിക്കുകയാണ്. മിഷൻ ഡയറക്ടർ പെഗി വിറ്റ്സണും മറ്റ് 3 പേരും ഉൾപ്പെടെ, ശുഭാൻഷു ശുക്ലയും ഉൾപ്പെടെ ഈ 4 പേരും ഇപ്പോൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ സ്പേസ് ഷൂട്ടുകൾ അഴിച്ചുമാറ്റി വൈദ്യപരിശോധനകൾ നടത്തി ഭക്ഷണം കഴിച്ചു. ഇതിനുശേഷം ഭൂമിയിലേക്ക് നടത്തിയ ആദ്യ സന്ദേശത്തിലാണ് ഇപ്രകാരം പറയുന്നത്. അതായത്, എനിക്കെൻ്റെ ഭാരമില്ലാതായി പോയി പോലെ തോന്നി, ഭൂമിയിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി, ഞാൻ നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ എനിക്കെന്നെ തോന്നുന്നുണ്ട് എന്ന തരത്തിലാണ് എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് അതിൻ്റെ വിൻഡോ വഴി, വൃത്തത്തിലുള്ള വിൻഡോ വഴി അവർ താഴേക്ക് നോക്കുന്നതും മറ്റും, ആ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ആകാശത്ത് തേജോഗോളങ്ങളെയും ചന്ദ്രനെയും ഒക്കെ കാണുന്നത് പോലെ അവർ ഭൂമിയെ കാണുന്നു. ഇവിടെയുള്ള സമയം രസകരമാണ്, ഇത് അവിശ്വസനീയമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുമ്പിലുണ്ട്, ഒരുപാട് നല്ലത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓരോ നിമിഷവും എനിക്കൊരു കുഞ്ഞിനെ പോലെ തോന്നുന്നു. ഞാൻ തെറ്റുകൾ വരുത്തുന്നുണ്ട്, പക്ഷേ തെറ്റുകൾ വരുത്തുന്നതിൽ തെറ്റില്ല. വാസ്തവത്തിൽ തെറ്റുകൾ വരുത്തുന്നത് സന്തോഷകരമായി തോന്നുന്ന സമയമാണിത്. അത് ശരിയിലേക്കുള്ള ഒരു സമയമാണിപ്പോൾ എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും 4:30 ഈ ഡോക്കിംഗ് നടക്കുക. അതിനുശേഷം ബഹിരാകാശ യാത്രികർ ഓരോരുത്തരായി ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിലേക്ക് പ്രവേശിക്കും. 14 ദിവസം അവർ അവിടെ തുടരും. ശുഭാൻഷു ശുക്ല അടക്കമുള്ളവർ കൃഷിയെക്കുറിച്ചും അതേപോലെ അതായത് കൃഷിയെക്കുറിച്ച് പെട്ടെന്ന് ഞാനത് വിട്ടുപോയിരിക്കുന്നു. കൃഷിയെക്കുറിച്ചും അതേപോലെ പലതരം പരീക്ഷണങ്ങൾ അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. ഭക്ഷണം, ജീവശാസ്ത്രം തുടങ്ങിയ മേഖലകൾ, ആ 3 കാര്യങ്ങളിലാണ് ശുഭാൻഷു ശുക്ല നടത്തുന്നത്. കൃഷി, ഭക്ഷണം, പിന്നെ അടക്കമുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹം അവിടെ നടത്തും. ഏതായാലും അതിന് തൊട്ടും ഇപ്പോൾ വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ ഏറെ ഉറങ്ങുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ ടൈം സ്പേസ് റിലേഷൻ നഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത് ഉറക്കം അധികമായി വരുന്നു, യാത്രികർ ചിരിക്കുന്നു. അപ്പം വളരെ പ്രധാനപ്പെട്ട കൗതുകകരമായൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു പാവയെ, അത് ഇതിലെ പ്രത്യേകതയാണ്. ഈ ബഹിരാകാശ യാത്രികർ കയ്യിൽ കരുതുന്ന ഒരു കാര്യമാണ്. യൂറി ഗഗാറിൻ ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ തന്നെ ഒരു പാവ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ബഹിരാകാശത്ത് എത്തുന്നതിന് തൊട്ട് പിന്നാലെ ബാഗിൽ നിന്ന് പുറത്തെടുക്കും. അപ്പോൾ ഏത് നിമിഷമാണ് ഈ ഗ്രാവിറ്റി അനുഭവപ്പെടാതെ തുടങ്ങുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ശുഭാൻഷു ശുക്ല കൊണ്ടുപോയത് ഒരു അരയന്നമാണ്. അതായത് അരയന്നം സരസ്വതി ദേവിയുടെ വാഹനമാണ്. അതുപോലെ നക്ഷത്രാന്തര യാത്രകളുടെയും അനന്തമില്ലാത്ത ആകാശത്തിൻ്റെ അനന്തതയിലേക്കുള്ള യാത്രയുടെയും ഒക്കെ പ്രതീകമാണ്, അറിവിൻ്റെ പ്രതീകമാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് അദ്ദേഹം അത് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ മകനാണത് തിരഞ്ഞെടുത്തത്. ജോയ് എന്നാണ് അദ്ദേഹം സ്വന്തം ഈ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്ററിനെ വിളിക്കുന്നത്. ആ അരയന്നത്തിൻ്റെ സോഫ്റ്റ് ടോയ്, ആ പാവയെ അദ്ദേഹം ക്യാമറയ്ക്ക് നേരെ
ഉയർത്തിക്കാട്ടുന്നുണ്ട്. നമസ്കാർ എന്ന് അദ്ദേഹം നമുക്ക് ഇന്ത്യക്കാർക്കടക്കം മനസ്സിലാകുന്ന ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകാശത്ത് 418 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് ഉയരത്തിലിരുന്ന ഒരു ഇന്ത്യക്കാരൻ ലോകത്തോട്, ഭൂമിയോട്, ഇന്ത്യയോട് സംസാരിക്കുന്നതിൻ്റെ ഒരു വൈകാരിക തീഷ്ണതയും നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ ഒരു ചരിത്ര സന്ദർഭത്തിലുണ്ട്. 4:30 ആദ്യം ആവർത്തിച്ചതുപോലെ ചരിത്രപരമായ ഡോക്കിംഗ്. സ്വാതി. അതെ, അതുതന്നെയാണ് സുജിത്ത്. ഏറെ കൗതുകകരമായിട്ടുള്ള എന്നാൽ അഭിമാനകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് അവിടെ നിന്നും ശുഭാൻഷു ശുക്ല നമ്മളെ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. അവിടെ എത്തി കഴിഞ്ഞുള്ള ആ ഒരു അവസ്ഥ, ആ ഒരു അനുഭവം എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇന്ന് വൈകുന്നേരം 4:30 ആ ഒരു ഡോക്കിങ്ങും ആ പ്രക്രിയ കൂടി അവിടെ പൂർത്തിയാകും. ആ വിവരങ്ങളാണ് സുജിത് ചന്ദ്രൻ നൽകിയത്.